ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ക്ലബിനെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലബിൻ്റെ 100% ഓഹരിയും കൈമാറാൻ അവർ ഒരുക്കമാണ്. അനുയോജ്യരായ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അവർ തേടുകയാണ്. ഏകദേശം 200 കോടി രൂപയോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. നേഗി മറ്റൊരു അപ്ഡേറ്റ് ഇന്ന് നൽകിയിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിനകത്തെ അവസ്ഥകൾ മോശമാണ്, പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ന്യൂസുകൾ ഇല്ല എന്നുള്ളത് നേഗി പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോ തൊട്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും മറ്റൊരു കാര്യം കൂടി ആശിഷ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സിന് അഥവാ പുതിയ ഉടമസ്ഥരെ കിട്ടിയിട്ടില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ ഇത്തവണത്തെ ISLൽ പങ്കെടുത്തേക്കില്ല എന്ന ഒരു അപ്ഡേറ്റ് ആണ് ആശിഷ് നേഗി നൽകിയിട്ടുള്ളത്. നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ISLൽ പങ്കെടുക്കാൻ ഇപ്പോൾ മാഗ്നം സ്പോർട്സിന് താല്പര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉടമസ്ഥർക്ക് താല്പര്യമില്ല. ക്ലബിനെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന ISLൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായേക്കില്ല എന്നുള്ള നിരാശാജനകമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങിയിരുന്നു. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനകത്ത് യാതൊരുവിധ നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ആശങ്കയിലായിരുന്നു. ആ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആശിഷ് നേഗി നൽകിയിട്ടുള്ളത്. പുതിയ ഉടമസ്ഥരെ ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ഇനി ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞേക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.